നമുക്ക് വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഈസി ആയിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു റെസിപ്പി നോക്കാം ഇന്ന്. നമ്മളിത് തൈര് സാദമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വെള്ളം ചൂടായിട്ട് അതിൽ നമ്മൾ സാധാരണ ചോറുണ്ടാക്കുമല്ലോ വീട്ടിൽ, അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വെള്ളമില്ലാതെ അടുക്കി പിടിക്കാതെ നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. അതിലോട്ട് നമുക്ക് 1 കപ്പ് വേണമെന്നില്ല, കുറച്ച് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും വേണമെന്നില്ല, കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ എണ്ണയിൽ വറുത്ത് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആ റൈസിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കി ഇതേപോലെ കടുക്, മുളക്, കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ പരിപ്പും വേണം. ഇതേപോലെ പരിപ്പും നമ്മൾ നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ റൈസിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അടുക്കി പിടിക്കാൻ നന്നായിട്ട് ഈ സമയത്തൊക്കെ ഫ്ലെയിം ഓൺ ആയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ.